മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ നിയമാവർത്തനം 30-20 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30:20. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ചിലരോടൊപ്പം ഒരു വേദി പങ്കിടുകയായിരുന്നു ഇംഗ്ലീഷ് അറിയാത്ത ശ്രീരാമകൃഷ്ണ പരമഹംസർ. പലരും തന്നെ ചൂണ്ടി എന്തൊക്കെയോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ രസികനായ പരമഹംസർ ഒരു കഥ പറയാൻ തുടങ്ങി. ഒരിടത്തൊരു ബാർബർ ഉണ്ടായിരുന്നു. അയാൾ ഒരു നാടൻ സായിപ്പിന്റെ താടി വടിക്കുകയായിരുന്നു. പെട്ടെന്ന് കത്തി കൊണ്ട് അബദ്ധത്തിൽ സായിപ്പിന്റെ മുഖമൽപ്പം മുറിഞ്ഞു. ഉടൻ സായിപ്പ് ഡാം ഡാം എന്ന് പറഞ്ഞു. നശിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അതിനർത്ഥം പിടികിട്ടാത്ത ബാർബറുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഡാം ഡാം എന്നുള്ളത് നല്ലതാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം, പക്ഷെ അതൊരു ചീത്ത വാക്കാണെങ്കിൽ നിങ്ങളാണ് ഡാം ഡാം. നിങ്ങളുടെ അമ്മയും അപ്പനും ഡാം ഡാം ആണ്. നിങ്ങളുടെ കാർന്നവന്മാരും ബന്ധുക്കളുമെല്ലാം ഡാം ഡാം ആണ്. വാക്ക് ഒരു ശാസ്ത്രമല്ല, പക്ഷെ വളരെ ശ്രദ്ധിച്ചേ അത് ഉപയോഗിക്കാവൂ. കാരണം അസ്ത്രത്തെക്കാൾ ആഴത്തിൽ അത് ഹൃദയത്തെ കീറി മുറിക്കും എന്ന് ഒരു റഷ്യൻ പഴമൊഴിയുണ്ട്. അതെ, കർത്താവിന്റെ വചനം സ്വീകരിച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുക. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നിലനിർത്തുവാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പാഴ്വാക്കുകൾ ഒഴിവാക്കി ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രേരണ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.